ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടപ്പോളയാണ്. മുട്ടപ്പോള ഉണ്ടാക്കാൻ അധികം ചേരുവകളൊന്നും ആവശ്യമില്ല. പക്ഷേ ഓരോ ഘട്ടവും ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ നല്ല ടെക്സ്ചറും നല്ല ടേസ്റ്റും ആയിട്ടുള്ള മുട്ടപ്പോള കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് മുട്ടപ്പോള എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ഗ്ലാസ് പഞ്ചസാരയാണ്. ഇതുപോലുള്ള ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ആ ഗ്ലാസ് മൊത്തമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പൊടിക്കാതെ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ 1 ഗ്ലാസ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ സ്പീഡൊന്നും ആക്കണ്ട, ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ മഞ്ഞ കളർ മാറിയിട്ട് നല്ല വെയിറ്റ് കളർ ആവുന്നത് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് നല്ല വെള്ള കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏലക്കപ്പൊടിൻ്റെ ആ ഫ്ലേവർ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. ഞാനിവിടെ പഞ്ചസാര എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് മൈദയും എടുത്തിട്ടുള്ളത്. ആ ഗ്ലാസ് മൊത്തമായിട്ട് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ പഞ്ചസാരയും സെയിം ഗ്ലാസ്സിൽ തന്നെ മൈദയും എടുക്കാൻ ശ്രദ്ധിക്കണം. മൈദ ഞാനിവിടെ അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലോ സ്പീഡിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 1-2 സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ടൈം ഇങ്ങനെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാൻ പാടില്ല. ലോ സ്പീഡിൽ ഒരു 1-2 സെക്കൻഡ് മാത്രമേ ബീറ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ താണു പോകാൻ സാധ്യതയുണ്ട്. ഇനി ലാസ്റ്റായി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് പാലാണ്. ഇളം ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേ സെയിം പഞ്ചസാരയും മൈദയും എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് 1/4 കപ്പ് പാലും കൂടി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മൊത്തമായിട്ട് ഒഴിച്ചതിന് ശേഷം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മൊത്തത്തിലൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മുടെ മുട്ട മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ താഴെ ഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.
ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 20 മിനിറ്റെങ്കിലും വേണ്ടി വരും ഇതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. മുട്ടപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുകൾ ഭാഗം ഒരു ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതുപോലെ ഒന്നുകൂടെ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഞാൻ 2 മുട്ടപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പോളയാണ്. ഇത് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ സോഫ്റ്റ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിട്ടുള്ള മുട്ടപ്പോളയാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം.